Kerala and Karnataka. ചന്ദ്രശേഖരൻ എംഎൽഎ യോഗത്തിന് സമ്മേളനത്തിന് ഒരുപാട് വെളിച്ചം പകരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഇവിടെ സംസാരിച്ചിട്ട് നന്ദി. കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് പരിപാടി അവസാനിപ്പിക്കുക, എല്ലാവരും ഇതിനകത്ത് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓർമ്മകൾ ഒരു കാര്യം കൂടി ഞാൻ ഇപ്പൊ പറയുകയാണ്. കാരണം ടിക്കറ്റുകളെല്ലാം പൂവുകളുണ്ട്. ചിന്തയാണ് പ്രസിദ്ധീകരിച്ച് 440 രൂപയുടെ പുസ്തകത്തിൻ്റെ വില. ഇന്ന് 2 മണി വരെ പുസ്തകം 290 രൂപയ്ക്ക് കിട്ടും. പുസ്തകം പുറത്തുണ്ട്. ഈ പ്രകാശനം കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കും. അപ്പോൾ ഈ ഇടയിൽ പോയിട്ട് തെളിവെക്കരുത്. ഇതിന് ശേഷം പോയി തരും നടത്താൻ ഉദ്ദേശിച്ചതായിരുന്നു. ചില കാരണങ്ങൾ അത് കഴിഞ്ഞില്ല. പക്ഷെ ഇതിനിടയിൽ 80 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് വാടകയ്ക്ക് അമ്മായിയമ്മ എന്ന ഒരു സ്ത്രീക്ക് സ്വന്തമായി വീട്ടിലാത്തവർക്ക് ഒരു പുതിയ വീട് ഈ വർഷത്തിൽ നിർമ്മിച്ചു കൊടുക്കുകയാണ്. സമയം കൊണ്ടാണ് ഞാനത് പറയാത്തത്. ഇവിടെ പണ്ട് സൂചിപ്പിച്ച പോലെ കരളിയും ഓർമ്മകൾ എന്നുള്ളത് പലപ്പോഴായി രാഘവൻ കുറിച്ച് വെച്ച അതൊക്കെ സമാഹരിച്ചുകൊണ്ട് നമ്മുടെ സണ്ണി ജോസഫ് എഴുതിയ പുസ്തകമാണ്. ആത്മകഥ എന്നാണ് ഇതിൻ്റെ പേരെങ്കിൽ പോലും അത് സ്വന്തം ജീവിത കഥയല്ല. ഒരു മാഷ് പറഞ്ഞ പോലെ നാട്ടുകാരുടെയും വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ആളുകളെയും ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. പൂർണ്ണമായിട്ടില്ലെങ്കിലും അതിൽ നിന്ന് തന്നെ നമുക്കെല്ലാം മറന്നുപോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിലെ പരുക്കൻ അനുഭവങ്ങളെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും വർഷങ്ങളോളം ഉള്ള പരിചയം കൊണ്ട് അരക്കുപുറപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളെ തെല്ലും മയമില്ലാതെ അറിയാനും അത് ഉയർത്തിപ്പിടിക്കാനും സദാ സന്നദ്ധനാവുന്ന നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ്
ഡോക്ടർ തോമസ് ഐസക് ഇവിടെ അതിരാവിലെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയും പി രാഘവൻ അല്ലെങ്കിൽ രാഘവേട്ടൻ പല സംഘടനകളിലായി എഴുതിയിട്ട കുറിപ്പുകൾ നന്ദി രേഖപ്പെടുത്തുന്നു. അഡ്വക്കേറ്റ് പി രാഘവൻ രീതിയിലുള്ള സദസ്സിലുമുള്ള രാഘവൻ്റെ രാഘവൻ സ്മാരക ട്രസ്റ്റ് രൂപപ്പെടുത്തി കാസർഗോഡിൻ്റെയും കണ്ണൂരിൻ്റെ കേരളത്തിൻ്റെയും എല്ലാം വിവിധ തലങ്ങളിലുള്ള സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം ഈ രാഘവൻ സ്മാരക ട്രസ്റ്റ് അനുഭവിക്കുന്നത് ഉണ്ടാകുന്നത് പുരോഗമനകാരികളായ എല്ലാവരെ സംബന്ധിച്ചും ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളെല്ലാം സമ്മതത്തോടുകൂടി ഈ രാഘവൻ സ്മാരക ട്രസ്റ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ടാണ് രാഘവന്റെ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കണ്ട ഒരു കാര്യമില്ല. വഴകം വന്ന ഗ്രാമീണമായ ഒരു പ്രദേശത്ത് എനിക്ക് സന്ദർഭത്തിലും ഞാൻ എൻ്റെ കാസർഗോഡ് വരണം എന്ന് ചോദിച്ചു. രാഘവനുമായി വളരെ ചെറുപ്പം മുതലുള്ള ഒരു ബന്ധം അദ്ദേഹത്തിൻ്റെ മരണം വരെ തുടർന്നു വന്ന ഒരു സൗഹൃദവും സഹാക്കളുടെ രീതിയിലുള്ള ബന്ധവും അതെല്ലാം രാഘവനുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോരുത്തരെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി പലപ്പോഴായി എഴുതി തയ്യാറാക്കിയിട്ടുള്ള ആ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുന്നു എന്ന കാര്യം കൂടി അറിഞ്ഞപ്പോൾ തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് വളരെയേറെ സംഗീതത്തിൻ്റെ പുറ അടങ്ങിപ്പം ഡിഗ്രിയിൽ പഠിച്ച് ഇങ്ങനെ കാസർഗോഡ് വക്കീലായി നല്ല നിലയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു അഭിഭാഷകനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും ഇവരും അച്ഛനും അമ്മയും സഹോദരികളും സഹോദരന്മാരെല്ലാം ഉൾക്കൊള്ളുന്ന വലിയ കുടുംബത്തിൻ്റെ കൃത്യമായ ഒരു ചിത്രം ഈ പുസ്തകത്തിൽ ആദ്യ ഭാഗം നന്നായിട്ട് അവതരിപ്പിച്ചു. സ്വാഭാവികമായും ഗ്രാമീണമായ ഒരു പ്രദേശം, വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത പശ്ചാത്തല മേഖല, വാഹനങ്ങൾക്ക് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ സ്കൂളിൻ്റെ യൂണിറ്റ് സെക്രട്ടറി മുതൽ അന്നത്തെ ഒരു പാർട്ടി നേതാവ് ഒരാളാണ്. ഞാൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാസർഗോഡ് കടമെടുക്കുന്ന നേതാവ്. ഞാൻ ഒരു ഘട്ടത്തിൽ കാസർഗോഡ് പാർട്ടി ഏരിയ സെക്രട്ടറിയായിട്ട് വരുമ്പോഴും ഈ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഇടപെടാനുള്ള നല്ല പോരാണ്. ജീവിതാരംഭം മുതൽ ദർശിപ്പിച്ച ഒരാളാണ് രാഘവൻ. യൂണിറ്റ് സെക്രട്ടറിയായി
പിന്നീട് അവരെ കോളേജ് യൂണിയൻ്റെ ഭാരവാഹിയായി ഒക്കെ പ്രവർത്തിക്കാൻ ഗിരിയായാലും ഇവിടെ മുമ്പോട്ടേക്ക് പോകുന്ന ഒരാൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് ഏറ്റവും സജീവമായ ഒരു ബന്ധം പുലർത്തി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം മുമ്പോട്ടേക്ക് നയിക്കുന്നതിൻ്റെ നാഴികക്കല്ലായി പ്രവർത്തിക്കുന്നു. അന്ന് 80കളുടെ ആദ്യ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ വരുമ്പോഴും ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ വരുമ്പോഴുമെല്ലാം പൊതുവാ നിയോജകമണ്ഡലം 2 പ്രസിദ്ധമായ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ അഭിമുഖീകരിക്കും. ഇന്ത്യയെ ജയിപ്പിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ്. അന്ന് ഞാനതിൻ്റെ പൂർണ്ണമായ പ്രവർത്തനത്തിൽ നിന്ന് ഉപരി പ്രവർത്തിച്ചവരാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചത് വേടകം ഉൾപ്പെടെ അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിട്ടുള്ളത്. അന്ന് പുരുഷോത്തമ വക്കീലിനെ ജയിപ്പിക്കാൻ സാധിച്ചത്, കുഞ്ഞിരാമൻ നമ്പ്യാരെ തോൽപ്പിക്കാൻ സാധിച്ചത് പുതുമയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ സംഭവമായിരുന്നു. അതിൽ നിർണായകമായ പങ്കുവഹിച്ച രാഷ്ട്രീയ നേതാക്കന്മാരുടെ പട്ടികയിലാണ് പി രാഘവനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പോകുന്നത്. നിങ്ങളാണല്ലോ കുഞ്ഞിരാമൻ നമ്പ്യാരെ ജയിപ്പിക്കാൻ പ്രവർത്തിച്ചത്. ഇപ്പോഴും കുഞ്ഞിരാമൻ നമ്പ്യാരെ തോൽപ്പിക്കാൻ പ്രവർത്തിക്കുന്നത് നിങ്ങളാണ്. അതാണ് ജയിക്കുന്ന ഒരുപാട് ഘടകക്കാർ. ഏറ്റവും നല്ല ഒരു ആത്മബന്ധം സൃഷ്ടിക്കാൻ സാധിച്ച ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു. നമ്മളെ ആരാണോ അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ ജയിപ്പിച്ചത് അയാളെ തന്നെ തോൽപ്പിക്കുക. അതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത. കൊടുക്കാൻ പഠിക്കുന്നതാണെങ്കിൽ അത് 17-18 വയസ്സിലാണ്. പ്രധാനപ്പെട്ട വിഷയം ASVയുടെ ലക്ഷ്യം ശാസ്ത്രീയ സോഷ്യലിസമാണ്. അപ്പോൾ മാർക്സൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ശാസ്ത്രീയ സോഷ്യലിസം എന്താണ് എന്നതാണ് 2-3 മണിക്കൂർ. അങ്ങനെ അതുപോലുള്ള സ്ഥലത്ത് ഇരിക്കുകയാണ് കോളേജിലേക്ക് പറയാം സഹകരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ അവർ വന്നു ഇവിടെ പന്ത്രടിയിരിക്കുന്നത്. ഇവർ തന്നെ പഴയ ഒരു പന്ത്രണ്ടല്ലോ ഇരിക്കുക. ഞങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ വരത്തുന്ന വീടാൻ പാടുള്ളത്. അങ്ങനെ തിരിച്ചു വന്ന് ചോദിച്ചതൊന്നും പറഞ്ഞാൽ കഴിയില്ല. ഞങ്ങൾ ഒത്തിരിയിരിക്കണം, ശരി നിങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇവർ അതിൻ്റെ ടീമിനെ വിളിക്കാൻ തന്നെയാണ് ഇവരെ. ഇപ്പം നമ്മളുമായിട്ട് ചേർന്ന് 1-ാം വർഷത്തിൽ മുടിയില്ല തീരാപാട്ടനാണ്. അതൊരു സംശയിക്കില്ല, ഒന്നും കഴിയുന്നില്ല. ആ രീതിയിൽ ഇടപെടാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട്. ആരെയാണോ കാണേണ്ടവരെ കണ്ട് ഏത് പ്രൊജക്റ്റാണോ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തത് ആ പ്രൊജക്റ്റ് കൈകാര്യം ചെയ്തത്. വളരെ പിന്നണിയിൽ ഉദ്യമാന നിയോജകമണ്ഡലത്തെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു നിയോജകമണ്ഡലമാക്കി രൂപപ്പെടുത്താനും ഇടതുപക്ഷ സ്വാധീനം വർദ്ധിപ്പിക്കാനും വികസിപ്പിക്കാനും സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് വേറൊരു പേരും അവർ പറയേണ്ടത് തീരാഘോഷം തന്നെയാണ്. ഞാൻ രാഘവട്ടന്റെ നാമധേയത്തിലുള്ള സ്മാരക പ്രസ്താവനകൾ നിങ്ങൾക്ക് അതിവിപുലമായ ഒരു ജനസഞ്ചയത്തിന്റെ പിന്തുണയും ആ പിന്തുണ പൂർണ്ണമായിട്ട് നേടിക്കൊണ്ട് ഈ ട്രസ്റ്റ് ഈ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഏതെങ്കിലും കേന്ദ്രീകരിക്കണം. ഒത്തിരി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞില്ല, നിർബന്ധിക്കുവാൻ വേണ്ടിയാണ്. അതായത് പി രാഘവൻ ട്രസ്റ്റ് കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ നമുക്ക് കണക്കാക്കി ഇപ്പോൾ നമുക്കറിയാലോ വളരെ പ്രധാനപ്പെട്ട ചില അവാർഡുകളും ചില പ്രധാനപ്പെട്ട അനൗൺസ്മെന്റുകളും ഒക്കെ ഇതുപോലെ അഭിമുഖീകരിക്കാനുള്ള ശേഷി നേടിക്കൊണ്ട് ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ ശ്രദ്ധേയമായ പ്രവർത്തനം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടം മുതൽ മരണം വരെ തുറന്നുപോയ ഒരു നേതാവിന് ഉചിതമായ ഒരു സ്മാരകം അതായിരിക്കണം ഈ രാഘവൻ സ്മാരക ട്രസ്റ്റ്. ഉദ്ഘാടനം ചെയ്ത പരിപാടി കഴിഞ്ഞിട്ട് സ്മാരക ട്രസ്റ്റ് അവസാനിച്ചെന്ന് പറഞ്ഞാൽ അത് രാഘവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകയും അതുകൊണ്ട് ഉത്തരവാദിത്തം നിർവഹിക്കാൻ എനിക്ക് പറയാനുള്ളത് ആ ഗൗരവത്തിൽ തന്നെ കൈകാര്യം ചെയ്യുന്നത്. എനിക്കൊരു ഭയം കാര്യമായിരുന്നു. ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ട് 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും അവസാനം പോകുന്നുള്ള വലിയിരിക്കും.
ഇവരെല്ലാം ആയിട്ടുള്ള വലിയ സൗകര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ പാർട്ടി പ്രസ്ഥാനവും അതിന്റെ ഭാഗമായ എം.എൽ.എയുടെ വികസന പ്രവർത്തനങ്ങളും വിവിധ തലങ്ങളിലുള്ള ഇടപെടലുകളും അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരത്തിന്റെ ഭാഗമായിട്ടുള്ള എന്നും ശ്രദ്ധിക്കപ്പെടുന്ന അടയാളപ്പെടുത്തലുമാണ്. ഞാൻ പറയും അത് ഏത് മേഖലയാണെന്ന് ഞാൻ പറയുന്നില്ല, അതിനൊക്കെ തീരുമാനിക്കാം, ട്രസ്റ്റ് തീരുമാനിക്കാം. അങ്ങനെ ഒരു അടയാളപ്പെടുത്തലുണ്ടാകുമ്പോഴാണ് കേരളം എല്ലാ ഘട്ടത്തിലും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. വളരെ ഫലപ്രദമായ പല വിധ ഇടപെടലുകൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളെല്ലാം സമ്മതത്തോടുകൂടി ഈ രാഘവൻ സ്മാരക ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങളെല്ലാം സമ്മതത്തോടുകൂടി ഈ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിരിക്കുകയും നമുക്കെല്ലാം ആവേശമായി പ്രചോദന കേന്ദ്രമായി നിലകൊണ്ടാം രാഘവേട്ടൻ സ്മരണത്തിന് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ രണ്ടാം തലമുറ നേതാക്കളിലൊരാളാണ്. ഒന്നാം തലമുറ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടക്കം കുറിച്ച നേതാക്കന്മാർ അവരൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള തലമുറയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് ദേശീയ പ്രസ്ഥാനത്തിലും അതുപോലെ ജന്മിത്വത്തിനെതിരായ പോരാട്ടത്തിലും മുഴുകുന്നവരാണ്. എന്നാൽ രണ്ടാം തലമുറ സ്വതന്ത്ര ഇന്ത്യയിലെ രാഷ്ട്രീയം ജന്മിത്വത്തിനെതിരായ പോരാട്ടം തുടരുന്നുണ്ട്. അതുപോലെ അടിച്ചമർത്തലിനെതിരായിട്ട് ഭീകരതക്കെതിരായിട്ട് അതൊന്നും കുറവില്ല ഭരണമായിട്ട്. പക്ഷെ അതിനുശേഷം അവസാനിക്കുന്നില്ല കേട്ടോ തലമുറകൾ. എനിക്ക് തോന്നുന്നു 80 മുതൽ 91 വരെ നമുക്ക് മൂന്നാം തലമുറ ഞാനൊക്കെ അറിയപ്പെട്ടതാണ്. പക്ഷെ കേരളത്തിന്റെ മേധാശക്തിയായിട്ട് മാറിക്കഴിഞ്ഞു. LDF മുമ്പെടുത്തു. അന്നത്തെ ഒരു കാലഘട്ടം പണ്ടത്തെ പോലെ അതിക്രമമൊന്നും നടക്കത്തില്ല. ഉണ്ടാവും അതിക്രമം, പക്ഷെ നമുക്ക് 50-60 താല്പര്യപ്പെടുത്താനാണ്. നാലാം തലമുറ അത് 91 സോവിയറ്റ് യൂണിയന്റെ തകർച്ച ശേഷമുള്ള തലമുറയാണ്. ഈ രണ്ടാം തലമുറ നിൽക്കുമ്പോൾ തലമുറകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ മറന്നു പോകുന്നില്ല, ഇന്ന് വരുന്ന ചില പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാൻ കരുത്തില്ല. ഒരു ഉദാഹരണം പറയാം. ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളെന്ന വർഗീയത, ജാതീയത. ജാതീയമായിട്ട് സംഘടിപ്പിക്കാം, ഭിന്നിപ്പിച്ച് ആ സ്വത്വത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്നിട്ട് വർഗീയമായിട്ട് ഒന്നിപ്പിക്കാം. ഇതാണ് നേരിടുന്ന വെല്ലുവിളി. അപ്പോൾ ഇന്ന് ഓരോ ജാതിയും ഉപജാതിയും സ്വത്വബോധത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് സ്വന്തം. അല്ലാതെ പാർട്ടിയെടുത്താണ് സ്വർണ്ണം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെല്ലുവിളി നേരിടുന്നില്ല. പഴയ കാലത്ത് കൂടി പോകുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അധ്യായം രാഘവൻ സാറിന്റെ യുവജന നേതാവെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം. അതേപോലെ ഞങ്ങൾക്ക് അത് സംഭാവനയായിരുന്നു. എങ്ങനെ ജാതിയെ നമ്മൾ മറികടന്നു? ജാതി തള്ളി പറഞ്ഞുകൊണ്ടല്ല കേട്ടോ. EMSന്റെ സംഭാവന ജാതിയെ അംഗീകരിച്ചു എന്നുള്ളതാണ്. ജന്മിത്വമല്ല വിളിച്ചേ, ഫ്യൂഡലിസം അങ്ങനെ വിളിച്ചത്. ഒരു മാർക്സിസ്റ്റ് താല്പര്യമില്ലാത്ത പേരാണ്. സാധാരണ ജന്മി നാടുവാഴി പോരാട്ടം, ജന്മിത്വത്തിൻ്റെതായ പോരാട്ടത്തിന്റെയും നാടുവാഴിത്വത്തിൻ്റെതായ പോരാട്ടത്തിന്റെയും
ഭാഗമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് EMS അടക്കമുള്ളവര് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. സംവരണത്തിന് വേണ്ടി തിരുവിതാംകൂറിൽ നടന്ന സമരത്തെ പിന്താങ്ങാൻ തീരുമാനിച്ചത്. പക്ഷെ അങ്ങനെ ചെയ്തപ്പോഴും ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള വർഗ സംഘടനകൾ കെട്ടിപ്പടുത്തു. ആ സംഘടനകൾ ജാതി വിരുദ്ധ മുദ്രാവാക്യം ഏറ്റെടുത്തു. എന്താണ് കലാസന്ധികളും പരിപാടികളും തുടങ്ങിയവയ്ക്കാണ് എല്ലാവരും പങ്കെടുക്കുന്ന പുത്തിരി സദ്യകള്. എല്ലാ വീട്ടിലും പുത്തിരി സദ്യ ഉണ്ടാവില്ല. പുത്തിരി സദ്യയിലോ എല്ലാ ജാതിയിൽപ്പെട്ടവരും വിളിക്കുന്നു. ക്ഷേത്രപ്രവേശത്തിന് വേണ്ടിയുള്ള സമരം നടത്തിയത് ഏതാനുമല്ല വർഗ പ്രസ്ഥാനങ്ങളാകാം. ഫാക്ടറിയുടെ നേതൃത്വത്തിൽ മല്ലം, കാലത്തൂർ, മല്ലികാർജുനമ്പലം തുടങ്ങിയവരുടെ അമ്പലപ്രവേശനത്തിന് വേണ്ടിയിട്ട് അമ്പലപ്രവേശനം കിട്ടിയതാക്കാം. പിന്നോക്ക ജാതിക്കാർക്ക് നിർത്തപ്പെടുന്നില്ല. അതിനുവേണ്ടിയുള്ള സമരം എങ്ങനെയാണ്? ചിരട്ട കൊടുക്കുന്നതിനെതിരെ ഈ ഓരോ രംഗത്തും പോരാടിയെ കണ്ട ആയുധമില്ലാതാക്കി. അങ്ങനെയാണ് ആ സ്വത്വത്തെ മറികടന്ന് ജാതിക്കതീതമായിട്ടുള്ള പ്രസ്ഥാനം കെട്ടിപ്പടുത്തുന്നത്. ഇത് പുതിയ ജാതിയെ തിരിച്ചുകൊണ്ടുവരാൻ തുടക്കം കൊടുത്തത് കോൺഗ്രസ് അപരാജിക്കുന്നത് പറഞ്ഞു. വിമോചന സമരകാലത്ത് ഇങ്ങനെ പിന്തള്ളപ്പെട്ട് പോയ സാമുദായിക ജാതി സംഘടനകളെ മുഴുവനും വിമോചന സമരത്തിൽ അണിനിരത്തി. ഇവിടെ അത്രയില്ല. തെക്കോട്ട് തൊഴിലെടുക്കാം. ഇന്നത്തെ കേരളത്തിന്റെ പ്രശ്നം എന്താ? ഇപ്പൊ ഇന്ന് പിടിയിരിക്കുന്നവര് നിങ്ങളുടെ 20% പേരന്മാർ വിടുക കഴിഞ്ഞവരാണ്. ബാലസംഘത്തിലും വിദ്യാർത്ഥികളിലും പ്രവർത്തിച്ചപ്പോൾ ഇങ്ങനെയല്ല. കുട്ടികളെ ഉള്ളൂ, ചെറുപ്പക്കാരേ ഉള്ളൂ. അന്നേ ശരാശരി മലയാളിയുടെ പ്രായം ജീവിതായുസ് 47-57 കുറിച്ച് ദീർഘമായി തന്നെ ഉദ്ഘാടകനും പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. കൂടുതലൊന്നും നാട്ടുകാരനായ ഇല്ലക്കാരായ നമ്മളോട് ഒരുപാട് രാഘവനെ കുറിച്ച് പല വേദികളിലും പല പരിപാടികളിലും ട്രസ്റ്റിൻ്റെയും പാർട്ടിയുടെയും പല പരിപാടികളിലും സംബന്ധിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. ഈ വേദി വീണ്ടും ഞാൻ ആ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഇടപെട്ടുള്ളത് കാരുണ്യപ്രധാനമായ ഒരു ചടങ്ങാണ്. അത് വീട് കെട്ടി ശ്രീമതി തമ്പായി നമുക്ക് നൽകിയ പാവപ്പെട്ട കുടുംബം എന്നുള്ള നിലയിൽ നൽകിയ അവിടെ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ എന്നിൽ അർപ്പിതമായ കടമ ഡോക്ടർ രാഘവട്ടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്ററികളെല്ലാം അനുമതിയോടുകൂടി ആ കർമ്മം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. അഭിവാദനം. അവസരമായി ഞാൻ ഉപയോഗിക്കുന്നു. നമ്മുടെ യോഗം തുടങ്ങിയപ്പോഴുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഞാൻ ഏതാനും വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവരും എപ്പോഴത്തെ രീതിയിൽ 1 മണിക്കൂറിലധികം യോഗങ്ങളിൽ ആലോചിക്കാറില്ല. അതാരുടെയും കുറ്റമല്ല. സമയത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വിലയും ഒക്കെ കണക്കിലെടുത്തത്. അതുകൊണ്ട് എല്ലാവർക്കും വേഗത്തിൽ പോകണം. രാഘവനെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ CPIMൻ്റെ ഏരിയ സെക്രട്ടറിയായി വന്ന കാലം മുതൽ ഞങ്ങൾ തമ്മിൽ അന്ന് മുതലേ ഉള്ള ബന്ധവും അതിനു മുമ്പേ രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി എനിക്കുണ്ടായിരുന്ന ബന്ധവുമല്ല ഈ പൊതുപ്രവർത്തന രംഗത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ്. പിണങ്ങിയും ഒന്നിച്ചു നിന്നും ഒക്കെ പ്രവർത്തിച്ചതിൻ്റെ അനുഭവമാണ് ഞങ്ങൾക്കുള്ള എന്ന് പറഞ്ഞാൽ തങ്ങളോടൊപ്പം കാണുന്ന പൊതുപ്രവർത്തകർ ആരുമായും നല്ല സൗഹൃദ ബന്ധം പുലർത്താൻ കഴിയുന്ന മന്ദസ്മിതത്തോടു കൂടിയ അദ്ദേഹത്തിൻ്റെ സമീപനവും പെരുമാറ്റവും വശ്യമായ പെരുമാറ്റവും എല്ലാം കൊണ്ട്
ആരുടെയും വെറുപ്പില്ലാത്ത ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നത്. രാഘവന്റെ കൈവച്ച മേഖലകളെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം കൈവച്ചിട്ടില്ലാത്ത മേഖലകൾ കുറവാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ, നേതാവെന്ന നിലയിൽ ഈ നാടിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു രാഘവൻ. അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിലെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞും യോജിച്ചും തർക്കിച്ചും അഭിപ്രായം കമ്മ്യൂണിസ്റ്റുകാരനാണ്, കരാടഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതിലുപരി അദ്ദേഹം നല്ല ഒരു മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യൻ്റെയും അതുപോലെ തന്നെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ഒരു നിഷ്കളങ്കനായ പൊതുപ്രവർത്തകൻ്റെയും ഒക്കെ ഗുണങ്ങൾ സമഞ്ജസമായി സമ്മേളിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു രാഘവട്ടനെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഉണ്ടായിട്ടും ഉയർന്ന പദവികളിൽ എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചില്ല എന്ന് എനിക്ക് പരാതിയില്ല, പക്ഷെ ചിലർക്ക് പരാതി ഉണ്ടാകും എന്നായിരുന്നു. അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ ഉബൈദ് മാഷെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ കാസർഗോഡിൻ്റെ അഭിമാനമാണ്, മാപ്പിള മഹാകവിയാണ്. ആ ഉബൈദ് സാഹിബ് മരിച്ചപ്പോൾ നായർ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ കുഞ്ഞിരാമൻ നായർ പറയുന്നത്, ഫസ്റ്റ് ക്ലാസ് 1ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിട്ടും പലപ്പോഴും ചില ആളുകൾക്ക് തീവണ്ടിയുടെ കക്കൂസ് മുറിയിൽ യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നാണ്. രാഘവേട്ടൻ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാണ്ട് അതൊക്കെ നമ്മുടെ തലയിലെഴുത്ത് നിങ്ങൾ ആരും വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ നമ്മുടെ തലയിലെഴുത്ത് പോലെയാണ് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അതാണ് കുഞ്ഞിരാമൻ നായർ പറഞ്ഞത്, 1ാം ക്ലാസ് ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും ചില ആളുകൾക്ക് തീവണ്ടിയുടെ കക്കൂസ് മുറിയിൽ ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരാറുണ്ട് ചെയ്യാനുള്ളൂ. കുഞ്ഞിരാമൻ നായർ പറഞ്ഞ ആ വാക്കുകൾ ഞാൻ ഈ അവസരത്തിൽ കടമെടുക്കുന്നു. മറ്റൊന്ന്, രാഘവത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു പൊതുപ്രവർത്തകന് എങ്ങനെയായിരിക്കണമെന്നും എന്താകണമെന്നും തീർച്ചയായും രാഘവത്തിൽ നമുക്ക് എല്ലാവർക്കും പറയും. അദ്ദേഹത്തിന് ഞാൻ കണ്ട ഒരു ഗുണം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരിക്കൽ ഒരാളെ പരിചയപ്പെട്ടാലും ആ പരിചയം, ആ ബന്ധം അവസാനം വരെ നിലനിർത്താൻ രാഘവത്തിന് കഴിഞ്ഞിരുന്നു. ഒരു വിപ്ലവകാരി, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ മനുഷ്യസ്നേഹിയാകാൻ കഴിയുമെന്ന് സ്വന്തം ജീവിതാനുഭവത്തിലൂടെ, സ്വന്തം രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനത്തിൽ തെളിയിച്ച ഏറ്റവും ശ്രദ്ധേയനായ ജനപ്രിയ നേതാവായിരുന്നു സഖാവ് രാഘവേട്ടൻ. ആ അർത്ഥത്തിൽ തന്നെ പരസ്പരം ജനങ്ങളുടെ പിന്തുണയോടെ ഒരു രൂപീകൃതമായിട്ടുള്ള ഈ ട്രസ്റ്റ് ഇവിടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ബഹുമുഖമായ ഇടപെടലുകൾ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ഏതെല്ലാം ഇടപെടലുകൾ ഒരു ട്രസ്റ്റിൻ്റെ പരമാവധി സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ള രീതിയിൽ ആലോചിച്ച് ട്രസ്റ്റിൻ്റെ സുഗമമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. ഒപ്പം ഇവിടെ മറ്റ് ആശംസാ പ്രാർത്ഥനകളെല്ലാം സൂചിപ്പിച്ചതുപോലെ രാഘവേട്ടൻ്റെ രാഷ്ട്രീയ പ്രവർത്തനാനുഭവം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സൗഹൃദം സ്ഥാപിക്കുന്നതിലും അത് നിലനിർത്തുന്നതിലും ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു. വരുന്ന നാളുകളിലെ പുതിയ തലമുറക്ക്, വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ള പുതിയ തലമുറക്ക് രാഘവേട്ടനെ പോലെയുള്ള ത്യാഗാധിഷ്ഠിത രാഷ്ട്രീയ പ്രവർത്തനം അഭിമാനമായി കരുതിയ ഒരു തലമുറയിലെ കണ്ണി എന്ന നിലയിൽ വരുന്ന നാളുകളിലെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമായി, പ്രചോദനമായി, പ്രേരശക്തിയായി ഈ പുസ്തകവും പ്രവർത്തനങ്ങളും പ്രയോജനപ്പെടുന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും പറയുകയുണ്ടായി. ആ കാലം മുതൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട രാഘവേട്ടനുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും അദ്ദേഹവുമായി അടുത്തിടപെടുവാനും ഒക്കെ സാധിച്ചിട്ടുള്ള ഒരാൾ കൂടി തന്നെയാണ്. നേരത്തെ നമ്മുടെ സഖാവ് ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ സഹകരണ മേഖലയിൽ അദ്ദേഹത്തെ പോലെ മേഖലയെ നല്ല രീതിയിൽ കൊണ്ടുപോയ ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കേവലം 30 വർഷങ്ങൾ കൊണ്ട് പരിചയമുള്ള എന്നേക്കാളും അപ്പുറമുള്ള ഒരാൾ അവരുടെ അനുഭവങ്ങളിൽ കൂടി ആ അനുഭവം നമ്മളിലേക്ക് പകർത്തുമ്പോൾ ഈ രാഘവട്ടൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ എത്ര വലിയ മനുഷ്യനാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാം.
അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഒരിക്കലും വഹിക്കുന്നില്ല. നമ്മൾ വലിയ ആളുകളിൽ നിന്ന് കേൾക്കുമ്പോൾ അത് നമുക്ക് കിട്ടിയ അംഗീകാരം കൂടിയായി എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഗോവിന്ദമാഷിൻ്റെ പ്രസംഗം, അതിനുശേഷം തോമസ് ഐസക് സാറിൻ്റെ ചരിത്രമുണ്ട്. ഭാവിയിലേക്കുള്ള വിത്തുപാകൽ കൂടി അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. ആകെക്കൂടി വളരെ ഒരു തെളിഞ്ഞ മനസ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീട്, ഈ ഹോൾ വിട്ട് പോകുന്നത്. ഇതൊരു ആത്മകഥ എന്ന് വിശേഷിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഇത് ആത്മചരിത്രമാണ്. ആത്മചരിത്രം എന്ന വിഭാഗത്തിൽ മലയാളത്തിൽ ഇന്ന് വരെ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഇറങ്ങേണ്ടത് ആവശ്യമാണ്, ആത്മചരിത്രം. ഇപ്പോൾ തോപ്പിൽ ഭാസിയുടെ പുസ്തകമൊക്കെ ആത്മചരിത്ര വിഭാഗത്തിൽപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇതും രാഘവേട്ടൻ്റെ പുസ്തകവും ആത്മചരിത്ര വിഭാഗത്തിൽപ്പെടുത്തേണ്ട ഒന്നാണ്. കാരണം സ്വന്തം ജീവിതം മാത്രമല്ല, എത്രയോ ജീവിതങ്ങൾ വരഞ്ഞു വെക്കുമ്പോഴും അത് ചരിത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാസർഗോഡിൻ്റെ ചരിത്രം മുഴുവൻ എവിടെയും അപ്പോൾ ഇത് ഒരു ഡയറിയാണ്. 2003 ഞാൻ എഴുതിയൊരു ഡയറിയാണ്. 2003, അതായത് 20-21 കൊല്ലമായി. അപ്പോൾ ഇന്നലെ എന്തോ അന്വേഷിച്ച് നോക്കുമ്പോൾ ഞാനിതിൽ ഒരു വേണ്ടിയിട്ട് എഴുതിയൊരു സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് ഇവിടെ വായിക്കാമെന്നായിരുന്നു ഞാൻ ആദ്യം ധരിച്ചത്. ഇനിയിപ്പോൾ അത് വേണ്ട, പക്ഷേ ഇത് പകുതിയുള്ളൂ. പകുതി എവിടെ പോയി എന്നറിയില്ല. ഒരു 10 രൂപ കൊണ്ട് വായിച്ചു തീർക്കാം. കഴിഞ്ഞ 1.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അവസരമാണ്. ട്രസ്റ്റ് രൂപീകരിച്ച് 1.5 വർഷത്തോളമായി. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം നേരത്തെ തീരുമാനിച്ചിരുന്നതും അത് നടക്കാത്തൊരു കാരണം നേരത്തെ അധ്യക്ഷൻ പറയുകയില്ല. നമ്മുടെ ആഗ്രഹപ്രകാരം തന്നെ സംസ്ഥാന സെക്രട്ടറി ഈ ട്രസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കേണ്ടായി. അദ്ദേഹത്തിൻ്റെ സമയം നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഞാൻ തീരുമാനിച്ചത്. പീരാഘവൻ്റെ പീരാഘവൻ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വൈകുന്നേരം പറയുമ്പോൾ പീരാഘവൻ എന്ന് പറയാൻ പാടില്ല. കാരണം നിങ്ങളെല്ലാം പ്രിയപ്പെട്ട, പക്ഷെ നിങ്ങളെല്ലാം പ്രിയപ്പെട്ട രാഘവൻ്റെ സ്മരണയ്ക്ക് വേണ്ടി രൂപീകരിച്ച ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്ന സംസ്ഥാന സെക്രട്ടറി തന്നെ നമുക്ക് ലഭിക്കുകയായി. ഈ ട്രസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദമാഷിനുള്ള നന്ദി ഞാൻ അറിയിക്കാം. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ നേരത്തെ സൂചിപ്പിച്ച ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ ആത്മകഥ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ സണ്ണി അബ്രഹാം എന്ന് പറയും നമ്മുടെ സണ്ണി ജോസഫ്, അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പുസ്തക രൂപത്തിലേക്ക് എഡിറ്റ് ചെയ്ത് സണ്ണി ചേട്ടൻ പുസ്തക രൂപത്തിലാക്കി. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിൻ്റെ മാറ്റൊലി, മൗലാനാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിൻ്റെ മാറ്റൊലി, മൗലാനാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിൻ്റെ മാറ്റൊലി, മൗലാനാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും
കണ്ടവരില്ലേ? അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ? ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ? അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മൗലാനാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ? ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ? അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മൗലാന സൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ? ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ? അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മൗലാന മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ? ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ? അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മൗലാന മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ? ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ? അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മൗലാനാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ? ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ? അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മൗലാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ? ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ? അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മൗലാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ? ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ? അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ? ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ? അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ സൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ? ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ? അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി. മൗലാന മുഹമ്മദ്
golden diamonds. Kerala and Karnataka, the glow of purity. Venas Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venas Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venas Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venas Trading and Services as your trusted partner in Qatar. Contact us today, 55 488 910. Venas Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.